മക്കളെ എന്ത് മക്കളെ എന്ത് കുഴപ്പമൊന്നുമില്ല. യാശോ ശിവ എവിടെ പോയത്? അവരെന്തോ പ്രിന്റ് എടുക്കാൻ പോയതാ. മക്കളെ യാശു ശിവ എവിടെ പോയി? പോയി പോയി മുടിയനാ പോയി. നീ ഇവിടെ ചേച്ചിക്ക് വയ്യാതെ നോക്കിക്കൊണ്ടിരിക്കണ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും ഞാൻ ഓക്കെയാണ്. മക്കളെ അടുക്കള ചെന്ന് കുറച്ച് വെള്ളം എടുത്തുകൂടി. ഈയിടെയായിട്ട് വെള്ളം കൂടി കുറവാണ്. വല്ല ജ്യൂസും വാങ്ങി കൊടുത്താ മതി. ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാനാ? നിനക്ക് വേണോ ജ്യൂസ്? അതിനാണ് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്താൽ വെള്ളം കുടി. ഇപ്പൊ ഞാൻ കുടിക്കും. ആ ഇവിടെ എന്തൊരു പരിപാടിയായിരുന്നു അവിടെ? ഒന്നില്ല. മൊബൈൽ വെച്ച് കാർട്ടൂൺ കാണാറുന്നില്ലേ? എനിക്ക് ABCD ഒക്കെ പഠിച്ചുകൂടായിരുന്നാ? ഒരു ദിവസം എല്ലാം കൂടെ വച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പോയിരുന്നു പഠിപ്പോ. ചേച്ചി എങ്ങനെയുണ്ട്? ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞാ? രാവിലെ എന്താ കഴിച്ചത്? ഞാൻ ഒന്നും കഴിച്ചില്ല അച്ഛാ. പിന്നെ എങ്ങനെയാ? ഇല്ല, കുഴപ്പമില്ല, ഓക്കെയാണ്. റെസ്റ്റ് എടു. അയ്യോ എന്താ അച്ഛാ? എന്ത് പറ്റി? പേടിക്കണ്ട, പേടിക്കണ്ടൊന്നുമില്ല മക്കൾക്ക്. ഇല്ല, ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഓക്കെയാണോ മക്കളെ? അച്ഛൻ അടിക്കില്ലേ? അയ്യോ അച്ഛൻ അടിക്കുവോ? അച്ഛൻ അടിച്ചിട്ടുണ്ടോ ഇതുവരെ? ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അടിച്ചിട്ടില്ല, അടിച്ചില്ല. ഇല്ല, എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. അതൊക്കെ അച്ഛൻ ചെയ്തോളാം. ഇല്ല, അമ്മ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നാളത്തേക്കുള്ള പച്ചക്കറി അരിഞ്ഞു വെക്കണം. അതുകൊണ്ടാ. അച്ഛൻ ചെയ്തോളാന്ന്. ഉറപ്പാണോ? പിന്നല്ലാതെ പോ. ചെയ്യോ? ദേഷ്യം പിടിപ്പിക്കാതെ മകളെ ചേച്ചിയുടെ അടുത്ത് പോയി നോക്കിക്കൊണ്ടേ. ഞാൻ നീരൂരൊന്ന് വിളിക്കട്ടെ. വെള്ളം എല്ലാം വേണമെങ്കിലേ അച്ഛൻ അടക്കള വിളിച്ചാൽ മതി. ഞാൻ പറയാം. ആ അങ്ങോട്ടൊന്നും എണീറ്റ് വരില്ല കേട്ടാ. എന്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഞാൻ ആ അസിസ്റ്റന്റ് മാനേജർ എല്ലാം ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് വെപ്രാളപ്പെട്ടായി കൊണ്ടുവരാൻ എന്താ കാര്യം എന്ന് പറ. നിന്ന് ചിരിക്കാതെ കാര്യം പറ. എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അയ്യോ, എന്തു പറ്റി അവക്ക്? നീ ഈയിടെയായിട്ടുള്ള മോശം ശ്രദ്ധിച്ചാ? മുഖത്ത് നല്ല വളർച്ചയുണ്ട്. നല്ല എന്ത് ഐശ്വര്യടി ആണോ? എനിക്ക് തോന്നിയില്ലല്ലോ. എടി രാവിലെ ഒരു വാ കഴിക്കാതെ വാള് വെച്ചെന്ന്. വാളാ? എടി വാക്കാനും ചെന്ന്. അയ്യോ, ഒന്നും കഴിക്കാണ്ടിരുന്ന പിന്നെ ഛർദിക്കില്ലേ? എടി എനിക്ക് ഗർഭമുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കാ? എടി എനിക്കല്ല, അവക്ക് തോന്നണല്ല, ഉണ്ട് ഉറപ്പ്. ഹലോ എടാ വാസി, നീ പറ. റോഡ് കഴിക്കണ റോഡിൽ തണ്ടിത്തിരി വീട്ടിൽ കയറി പടാ. ആ ഞാൻ ഒരു കാര്യത്തിൽ വിളിച്ചാണ്. ചിലപ്പോൾ നാളെ ഒരു ചെലവ് കാണും. നീ അല്ലടേ, ഞാൻ നടത്താടേ. ഒരു കാര്യമുണ്ട് എടാ, ഒരു സന്തോഷ വർത്തമാനമുണ്ട്. ഞാൻ പറയാം, ചെലവ് കഴിഞ്ഞിട്ട് എന്ത് പറയാം. വച്ചിട്ട് പടം നടന്ന് പിന്നെ ആരും ചോദിക്കണത്? പറഞ്ഞല്ലേ ചെലവ് നടത്താതെ. പിന്നെ എന്ത് എന്ത് യാത് എപ്പം എന്ത് നീ പഞ്ചപ്പം പടം ചെലവ് നടത്താന്ന് പറഞ്ഞാൽ പിന്നെ എന്ത്? ശരിടാ, ഓക്കെ 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 ശരി. ബാസിങ്ങൾക്ക് ചെലവ് ചെയ്യാൻ പോണ? എടാ ഒരുപാട് നാളെടാ ഞാൻ വല്ല വാങ്ങിച്ചു കൊടുത്തിട്ട്. ഒരുപാട് നാളായി വല്ല മേടിച്ചു കൊടുത്തിട്ട്? വല്ല ചെലവാണ്? 2 ദോശ, ഒരു രസവട, ഒരു ഡബിൾ ഓംലെറ്റ്, ഒരു ചായ, ഇത്രയും തന്നെ. അവന് സുഖുഷി സന്തോഷം. അല്ല ഇപ്പൊ എന്തിന് ചെലവ്? എന്തിന് ബാസിങ്ങൾക്ക്? അത് എന്റെ ദൈവം, എനിക്ക് പറയണമെന്ന് വിചാരിച്ചു. എന്റെ ഇങ്ങനത്തെ ഒരു നാക്കാണ് എനിക്ക്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മളെ വീട്ടിലൊരു സന്തോഷ ഒരു കാര്യം സംഭവം നടക്കാൻ പോണം. നമ്മളെ വീട്ടില് ഒരു സന്തോഷ എന്ന് പറയാ ഒരു സംഭവം നടക്കാൻ പോണം. അതെന്താ വരുക? ഇത്രയും വയസ്സായില്ല, അതെനിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല കിടക്കാം. എന്റെ അച്ഛൻ വയസ്സും പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാർക്കുട്ടി ചേട്ടനേക്കാൾ എത്രയോ ഭേദ. പക്ഷെ അവിടെ ചേട്ടനേക്കാൾ എത്രയോ താഴെയാ. അച്ഛാ സംഭവം എന്ത്?
സംഭവം എന്തോന്ന്? എടാ നമ്മളെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം നടക്കാമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സന്തോഷമുള്ള കാര്യം ആ അല്ല, സംഭവം എനിക്ക് നേരത്തെ കിട്ടിയതാണ്. ആ ലജ്ജ ചേച്ചിയോടെ വയ്യാതെ കിടന്നപ്പോ ഒരു അച്ഛൻ്റെ മൊത്തം സന്തോഷം ഞാൻ ശ്രദ്ധിച്ച്. അതാണ് നീയാണ് മുത്തികളാ, നീയാണ് മുത്തികള. പറഞ്ഞു വിടാ അങ്ങോട്ട്, പറഞ്ഞു വിടാ. പറയട്ടാ ആ പറയട്ടാ പറയടാ. പടവലത്തും നെയ്യാറ്റിൻകരയിലും ഉള്ള അച്ഛന്റെ അമ്മയുടെ സ്വത്ത് അച്ഛനെ തരാൻ പോണ്. എനിക്ക് പറ നടന്നു സന്തോഷം കൊണ്ട് നിൽക്കുക. അതിനിടയ്ക്ക് വസ്തുവിന്റെ കാര്യം പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്താൻ പാകോട്ട് പോടുന്നു. പറ. അച്ഛാ ആ. അച്ഛന്റെ രണ്ടാമത്തെ മോനൊരു പൊട്ട 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 പൊട്ട. എനിക്ക് വിഷമമുണ്ടാ. ആ. എനിക്ക് കാര്യം കത്തി. പറ മകള് പറ. ലച്ചു ചേച്ചിയെ കുറച്ചുള്ള കാര്യല്ലേ? അല്ലേ അല്ലേ കിട്ടി. പറ 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 പറ. കേള്, 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 കേക്ക്. കേള്. ലച്ചു ചേച്ചിയെ സിദ്ധുവിനെ ഗൾഫിൽ കൊണ്ടുപോകാൻ പോണ്. ഇന്ന് പോണേ ഇന്ന് പോണേ ഇന്ന് പോണേ. എനിക്ക് പാടാ നടന്ന്. അല്ലേ നിനക്ക് ഇത്രയും നേരത്തെ മനസ്സിലായിട്ടോ കുട്ടമ്പട കോണ കൊടുത്ത് നടക്കണം. പറടാ അങ്ങോട്ട്. അച്ഛാ ആ എനിക്ക് കാര്യം കത്തി. ഓ പക്ഷെ ഞാൻ പറഞ്ഞ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ചമ്മൂലേ. ഇല്ല അച്ചൊന്നും ചെയ്യില്ല, അച്ചൊന്നും ചെയ്യില്ല. പക്ഷെ ഇവരെ പോലെ ചമ്മും ഞാൻ. ഇല്ല വേണ്ട പറ. പറ. ഞാൻ പറയട്ടെ. ആ ഈ വീട്ടിലോട്ട് ആ അമ്മ പുതിയൊരു കാർ മേടിച്ചു തരാൻ പോണ്. ആ പടവലം കുടുംബത്തിലെ പൊട്ട പൊത്തിയായ കടഞ്ഞൂൽ പൊട്ട കടിഞ്ഞ ആ കുട്ടമ്പളർ അതേ. ഇതാണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞ. ഇപ്പൊ ഞാൻ ചമ്മിയില്ലേ? ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞല്ലേ. ഇല്ല അതൊന്നും അല്ലെന്ന്. അച്ഛൻ പറയാ അച്ഛൻ പിന്നെ അച്ഛൻ പറയട്ടാ. ഓ എന്നാ അച്ഛൻ പറ. പറയട്ടാ. തോറ്റി അച്ഛൻ പറ. നമ്മളെ ലച്ചുമോക്ക് അച്ഛൻ സത്യമാണോ? ശരിക്കും ആശുപത്രിയിൽ ഇപ്പം വിളി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഓഫീസ് ക്യാൻസൽ. ഇന്ന് ഓഫീസ് ഇല്ല, ഓഫീസ് ഇല്ല. അച്ഛൻ ശരിക്കും ഉള്ളതന്നെ. അങ്ങനെയാണെങ്കിൽ അളിയാൻ ഗൾഫിലിരുന്ന് തുള്ളിച്ചാടി മരിക്കുമല്ലേ ഇത് കേട്ട് കഴിഞ്ഞാ. അച്ഛാ നമുക്ക് ഇപ്പൊ തന്നെ നെയ്ച്ചേരിയിൽ പട്ടിൽ വിളിച്ചോളാം. ഞാൻ ഫോൺ എടുത്തിട്ട് വരട്ടെ. നെയ്ച്ചേരിയിൽ പട്ടിൽ വിളിക്കട്ടെ. അറിഞ്ഞ ഉടനെ അവ അറിഞ്ഞോണ്ട് അറിഞ്ഞോണ്ട് അവ ഇതറിയുമ്പോ പൊത്തിച്ച് കാണും. ആ പിന്നെ ചാറിലല്ല വിളിച്ചു പറയുന്നത്. അമ്മ വന്നതിന് ശേഷം വിളിച്ചു പറഞ്ഞു. ആ ശരി അമ്മ വന്നതിന് ശേഷം ഓക്കെ ഓക്കെ. അമ്മ ഇപ്പൊ വരുമോ? ഇപ്പൊ എത്തും. അമ്മ ഇപ്പൊ എത്തും. അപ്പൊ അച്ഛൻ എപ്പോഴാ അറിഞ്ഞത്? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അച്ഛാ, ഞാൻ അമ്മായിയാ ഉദ്ദേശിച്ചേ. ബാലേ അമ്മയിലെ ചേച്ചി വന്ന്. ചേച്ചി ചേച്ചി ഓക്കെ അല്ലേ? അമ്മേ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? എന്തെങ്ങനെയുണ്ടെന്ന് ഡേ നീ വിളിച്ചിട്ട് ഫോണ് കാന്ത് എത്ര പ്രാവശ്യം വിളിച്ചടേ. ഓ സസ്പെൻസ്. കാറവിടെ കാർ അവിടെ ചെന്ന് തന്നെ പോയി വിട്ട് ഞങ്ങൾ അവിടെ നിങ്ങളുടെ ഓട്ടോയ്ക്കാ വന്നേ. ഓട്ടല്ല ജംഗ്ഷനിൽ ഇറങ്ങി ഓട്ടോയില്, പിന്നെ അവിടെ നിങ്ങളുടെ നടന്നു പോന്നു. ഇവക്ക് എന്തോ മേടിക്കാണ്ടായിരുന്നു. ഞാൻ മസാല ദോശ കഴിച്ചു. മസാല സഹായിച്ചു മക്കള്. ദേ നിങ്ങൾക്കുള്ള മസാല ദോശ. ഇതൊക്കെ ഞാനാണ് വാങ്ങിച്ചത്. കാറിന്റെ പൈസ ഓട്ടോയുടെ പൈസയൊക്കെ ഞാൻ തന്നെയാ കൊടുത്തിരിക്കുന്നത്. അയ്യോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പോയ കാര്യം എന്താ എന്തായി അത് പറ. ഇല്ല ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വിളി പടവലത്ത് വിളി. പിന്നെ നമ്മളെ പരിപാടി വിളിച്ച് പറ. ഇന്ന് വിളിച്ചു പറയാൻ ഇവൾക്ക് വയറിളൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു. വയറിളക്കോ? ആ അതാ ചിക്കൻ 65 ചതിച്ചതാ. ഏത് ചിക്കൻ 65? നമ്മള് മിനിഞ്ഞാന്ന് മേടിച്ചില്ലേ ചിക്കൻ 65? മേടിച്ച്. ആ അത് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ എവിടെ എവിടെ? ഫ്രിഡ്ജില്. എന്നിട്ട് അത് ഞാൻ കഴിച്ച്. രാവിലെ അച്ഛൻ ചോദിച്ചപ്പോ ഞാൻ കള്ളം പറഞ്ഞു അതൊന്നും കഴിച്ചില്ലാന്ന്. വയറിളക്കമായിരുന്നു. ആ അതുകൊണ്ടാണ് ആ ഫുഡ് പിടിച്ചില്ല, അതാ ഛർദിച്ചത്. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് 2-3 മരുന്ന് തന്നു. സംഭവം ഓക്കെ, ഒരു പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ ഓക്കെ. ആണോ നീലും? പിന്നെ അല്ലാണ്ട് വെറുതെ എന്നെ ഒരു ഹാഫ് ഡേ ലീവ് കളഞ്ഞു. അത് കുഴപ്പമില്ല. എന്തായാലും നിനക്ക് ഇപ്പൊ ഓക്കെ അല്ലല്ലോ. നീ റെസ്റ്റ് എടുക്കപ്പോ. ആ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ച റെസ്റ്റ് എടുക്കണ കാര്യം. എവിടെ എന്റെ ബെഡ്? ബെഡ് പടക്കം പൊട്ടിക്കണത് അത് ചിരിക്കണത്. ഒന്നുമില്ല ചാ. ഞാൻ കാര്യം പറയട്ടെ. ഇത് ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ. അതെ ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ. പക്ഷെ ഇതിന് ഇത് മാത്രമല്ലേ ഉള്ളൂ സമയം. എനിക്ക് ക്യാച്ചുണ്ടോ? എന്നാ നല്ല ചൂട് പഴംപൊരി. പഴംപൊരിയാ? പഴംപൊരിയാ? കേശവേ, കേശവേ എടാ പഴംപൊരി. അവനെന്തേ അമ്മ? അവൻ വരും. കേശുവേ ഉണ്ടല്ലോ. എനിക്കും എന്നാ എനിക്കും. നിനക്ക് വേണ്ടേ? എന്നാ എനിക്കിപ്പോ വേണ്ട. മൊത്തം 8 എണ്ണം മേടിച്ചോണ്ടേ. എവിടെ പഴംപൊരി എവിടെ? ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ, അല്ലെ പിന്നെ എനിക്ക് കിട്ടില്ല. വെറൈറ്റി ആണല്ലോ.
നല്ല പഴുത്ത പഴം കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എവിടെ നിന്ന് കഴിച്ചേ? ആ ജംഗ്ഷന്റെ അവിടെ ഇടവഴിയില്ലേ, അവിടെ തട്ടുകടയില്ലേ, അവിടെ നിന്ന് കഴിച്ച. കണ്ടപ്പോഴേ എനിക്കറിയാം നല്ല അടിപൊളി പഴംപൊരി ഇരിക്കും. എനിക്ക് ഒരു പഴംപൊരി വേണം. ഒരു പഴംപൊരി മുഴുവൻ എടുക്കില്ല, 50-50 എടുക്കുകയാണെങ്കിൽ 50-50 ആ അച്ഛനോടൊപ്പം ചെയ്യണേ. ഇനി ഓർമ്മയില്ലേ? അച്ഛന് കൊടുത്താൽ മതി. എനിക്ക് ഒന്നുകൂടെ വേണം. അച്ഛനും എടുക്കണ്ടേ ഇപ്പൊ? അല്ല അച്ഛന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതല്ലേ, വെറുതെ എന്തിനാ എണ്ണ പലഹാരം കൊടുക്കണം. കൊച്ചു ചോദിച്ചോച്ചേ, ആ കൊടുത്തരാം. ചേച്ചി ഒരു 10 എണ്ണം മേടിക്കാൻ. എടാ ഞാൻ 50 എണ്ണം മേടിക്കാനാ പോയത്, ആ കടയിൽ അത്ര ഉണ്ടായില്ല, അതുകൊണ്ടാ. ചേച്ചി കൂടെ ഡയറ്റ് ഒന്നും എടുക്കണ്ട. ഇനിയിപ്പോ അച്ഛൻ ചിലപ്പോൾ ആ വഴി എടുക്കിട്ട് വരുന്നത്, അപ്പൊ അച്ഛനും മേടിച്ചോണ്ട് വരും. ഇതുപോലെ തന്നെ എന്റെ ബാങ്കിന്റെ അടുത്ത് ഒരു അടിപൊളി തട്ടുകട, അവിടെ നല്ല മുളക് വട കിട്ടും. ആണോ? നമ്മുടെ ഓഫീസിന്റെ ഓപ്പോസിറ്റില് ഒരു കടയുണ്ട്, ഉഴുന്നുവട. എന്ത് ടേസ്റ്റാന്നറിയാമോ? ചെറുതാണ്, പക്ഷെ ടേസ്റ്റ് ഭയങ്കരമാണ്, നല്ല മുരുമുരായിരിക്കും. എന്നിട്ട് ഇന്നേ വരെ മേടിച്ചോണ്ട് വന്നിട്ടില്ല. വല്ലപ്പോഴൊക്കെ വാങ്ങിക്കൊണ്ട് വരണം. വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അമ്മയോടല്ല ചേട്ടനോടാണ് പറഞ്ഞത്, വല്ലപ്പോഴും വാങ്ങിക്കൊണ്ട് വരണം. നോക്കാം. നോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മേടിച്ചോളൂ. എണ്ണ എന്താണ് നീ ഇവിടെ പേടി? ഞാൻ ജംഗ്ഷൻ വരെ പോയതാ. എന്തിന്? അതാ ഉടുപ്പ് കഴിഞ്ഞ ദിവസം മേടിച്ചില്ലേ, അത് കുറച്ച് ചെറുതാക്കാൻ പോയതാണ്. നിനക്ക് ഇതന്നെ പണി, ഉടുപ്പ് നോക്കിയാൽ ചെറുതാക്കുക വലുതാക്കുക ചെറുതാക്കുക വലുതാക്കുക. നിനക്ക് അളവിനുള്ളത് കിട്ടൂലേ? അളവിനുള്ളത് കിട്ടണ്ടേ? കിട്ടണം, അങ്ങനെ വല്ലതൊക്കെ തിന്നണം, എന്നാലേ അളവിനുള്ള സൈസ് ആകുള്ളൂ. അച്ഛാ പിന്നെ നേരത്തെ ഇങ്ങോട്ട് വരണമെങ്കിൽ നവാസങ്ങൾ ഉണ്ടായിരുന്നു, അച്ഛനെ അന്വേഷിക്കാൻ പറഞ്ഞു. ഞാനാ കണ്ട് വാഴക്കപ്പോ ലജ്ജ ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നത്. സൂപ്പർ സാധനമായിരുന്നു, പക്ഷെ തീർന്നുപോയി. തീർന്നാ? അച്ഛനില്ലേ? മച്ചി ചേച്ചി പറഞ്ഞ് അച്ഛന് കൊടുക്കണ്ടാന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛൻ്റെ ഒരെണ്ണടുത്ത് മാറ്റി വെക്കാൻ, കേട്ടില്ലല്ലോ. നീ കഴിച്ചാ? എന്റേത് ഞാൻ അപ്പൊ തന്നെ കഴിച്ചു. നന്നായി. പിന്നെ അച്ഛാ കേശു 1.5 പഴം പൂരി വെച്ച് കഴിച്ചു. തന്നെ? അത് എത്ര എണ്ണം വാങ്ങിച്ചു? 8 എണ്ണം. 8 എണ്ണം വാങ്ങിച്ചിട്ട് അച്ഛൻ ഒന്നും വെച്ചിട്ടില്ല. അല്ല പഴംപൊരി മൊത്തം നല്ല ടേസ്റ്റ് ആയിരുന്നേ. നീ പറഞ്ഞിട്ട് കാര്യം എന്തിന്? എന്നാലും കൊള്ളാം, തന്തയ്ക്കൊന്നും മാറ്റി വെച്ചില്ലല്ലേ? അല്ല അച്ഛാ, കൊതി കൊണ്ട് കഴിച്ച അച്ഛന് തന്നെയാ പ്രശ്നം, കാരണം അച്ഛന് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതല്ലേ. ആക്കടി കൊളസ്ട്രോൾ, ആക്കടി കൊതി, നിനക്കൊക്കെ കൊതി. അതുകൊണ്ട് മൊത്തം അടിച്ച് കയറ്റി അച്ഛൻ ഒന്നും വെച്ചേക്കാതെ ഇല്ലേ? ഈ പഴംപൊരിയുടെ പേര് പറയുന്ന ഒറ്റ അടി അടിച്ചാലല്ല, പല്ല് പോയി പടലത്ത് പറക്കെടുക്കേണ്ടി വരും. എല്ലാം പറഞ്ഞു ഞാൻ കിടന്ന് ബഹുണ്ടാക്കണം പറയും. തള്ള മക്കളും കൂടെ വെറുതെ കിടന്ന് എന്നെ ചടിപ്പിക്കണത്. അച്ഛാ ഇതാണ്ട് ബാക്കിയുണ്ട്. അച്ഛനോട് കൊടുക്കും. ഒന്നും മേടിക്കണ്ടായിരുന്നു, മാറാടുന്നു. ഞാൻ പോടും. എന്തോന്നത്? പഴംപൊരി. പഴംപൊരിയാ? പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഓ ചേടാ, ഇത് വല്ലാത്തൊരു പരിപാടി ആയി പോയല്ലോ അമ്മ. ബാലുവേ, നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്പറായം കാണുമ്പോൾ നാട്ടുകാർ വിചാരിക്കേ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് പണ്ടത്തെ പോലെ കുക്കിംഗ് ഒക്കെ പുറത്തായെന്ന്. അവിടെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ വീട്ടിൽ അടുക്കളയുണ്ടല്ലോ, അവിടെ പോയി കാണിക്കിച്ചല്ലേ. എടി നിന്റെ ഇട്ടാവട്ട അടുപ്പിൽ ഉണ്ടാക്കുന്ന സാധനമല്ലത്, ഇത് വിശാലമായ അടുപ്പ് വേണം. എനിക്ക് നന്ന് ഇളക്കി എനിക്ക് തിമിർക്കണോടെ. എനിക്ക് പഴംപൊരി അല്ലേ ഉണ്ടാക്കണം, അല്ലാണ്ട് സദ്യ പോലല്ലോ. ഇനി അടുത്തത് വെളിച്ചെണ്ണ തപ്പും. വെളിച്ചെണ്ണ അടുക്ക അടുക്കളയിലേക്ക് വാ. നല്ലെണ്ണയോ ഇത്? അമ്മേ, ഈ പരിപാടി നല്ല കളറാണല്ലോ. അല്ല, നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കിടന്ന് ഉറങ്ങാൻ പറ്റില്ലേ? ഇന്നത്തെ വിഷയം പഴംപൊരിയില്ല. എണ്ണ തിളച്ച് വരെയാണ്, 2 കൈവടിയോട് മുക്കേണ്ടല്ല. ഓഫീസിൽ പോയി പാൻ എടുത്ത് എഴുതാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കും. എടേ എണ്ണ ഇവിടെ ആരെങ്കിലും അടുത്ത് കുടിക്കും. അമ്മ എന്താടാ? അമ്മ അച്ഛനടുത്ത് ഒന്നും പറയാതെ പോയായിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും തരാതിരിക്കത്തില്ലല്ലോ, എന്തായാലും എനിക്ക് തരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി എടുത്ത് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കൈവിട്ട് ഞാൻ ഈ പോണോടിക്ക് വരണോടിക്ക് കൊലയും നോക്കിക്കൊണ്ട് നടക്കേണ്ട എന്തിനാണാവോ? അത് തന്നെ, ഇതൊന്നും സഞ്ചരിക്കുന്ന വാഴേ. അല്ലടി, സഞ്ചരിക്കുന്ന പടവലം. മിണ്ടാതിരുന്ന അഭ്യാസം കാണിച്ചോ? എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ ചീനച്ചെടി ഞാൻ കല്ലുമണ്ണും വാരിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാ പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ വാരിട്, എന്നിട്ട് ആ കല്ലുമണ്ണ് വറുത്ത് കോരി എടുക്ക്, അതാകുമ്പോ നല്ല ഫ്രൈ പരുവത്തി കിട്ടും. അതിന്റെ ആവശ്യമൊന്നുമില്ല, അച്ഛൻ എന്തുണ്ടാക്കിയാലും കല്ലുമണ്ണിന്റെ രുചിയൊക്കെ തന്നെയാ. കൈയണ്ട, എന്ത് കുഴപ്പം? കൈയണ്ടടി. ആയിരക്കണക്കിന് ആൾക്കാർ സദ്യ ഉണ്ടാക്കിയ കൈയാണ്. വറുത്തും ഇടിച്ചും കോരി അച്ചപ്പവും കുഴലപ്പവും ഉണ്ണിയപ്പവും പക്കാവടയൊക്കെ വറുത്ത് ഒരു കൈയാണ്. അറിയാം, വിചാരിക്കുന്ന എന്റെ കുടുംബത്തിൽ അടക്കളല്ലേ തീ അടയാറടി, അവിടെയാണ് എന്നെ പറ്റിയിട്ടത്. അയ്യോ, നെയ്യാറ്റിക്കിന്റെ തള്ളി മറിക്കാൻ തുടങ്ങിയപ്പോ. അച്ഛൻ ഈ ഡയലോഗും പറഞ്ഞ എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടോ അതൊക്കെ അട്ട ഫ്ലോപ്പാണ്.
നീക്ക് എന്തിനാ എന്റെ പുറകെ കിടക്കണത്? പോടാ പോയി അവിടെ അടുക്കളയിൽ പോയിട്ട് വല്ല കട്ടയിട്ട് കുടിച്ചോണ്ടിരിപ്പോ. ഇത് തിളച്ചു മരണ എണ്ണയിൽ മൊരിഞ്ഞ് വേറെ രുചിക്കുട്ടുണ്ടാക്കണ കളിയാണ്. ആ അടുപ്പിൽ തീയും കത്തിച്ച് ചീനച്ചട്ടിയും വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നിന്ന് കഥകളി കളിക്കുക. അയ്യോ. അത് കത്തിപ്പോവാ എണ്ണ. അയ്യോ, എന്താന്ന് പിന്നെയും ഗുളിക കഴിക്കാൻ പോണോ? കൊളസ്ട്രോളിനുള്ള മരുന്നടാ. നേരത്തെ കൂട്ടി കഴിക്കാണ്. ഇത്രയും ഒറ്റയ്ക്ക് തിന്നില്ലടാ. വെള്ളം 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 വേണ്ട. ആഹാ, അങ്ങനെ എണ്ണ കിടന്ന് കുളി മോനെ കുളി. അച്ഛാ ആ ടേസ്റ്റ് ചെയ്യാൻ നോക്കാത്ത എന്ത്? പാടന്ന് പിള്ളേരെ വിളിച്ചിട്ട് പോ. അച്ഛാ എന്നെ കൊതിയിട്ടാ പോക്കാണേ. ആ സത്യാണ് അച്ഛാ. അച്ഛൻ പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല. ഞാൻ സഹിച്ച് എനിക്ക് കൊതി നോക്കാൻ വിളിച്ചിട്ട് പാടി പിള്ളേരെ. പാവോട്ടെ, അസുഖമൊക്കെ ഒന്ന് മാറി വന്നതായിരുന്നു. വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ എങ്ങനെ പോണോ? നമ്മളെ ആ എന്റെ വീട്ടുകാരെ പറയാന്ന് മര്യാദ ഒന്ന് ഉണ്ടാക്കാൻ നോക്കും പഴംപൊരി. പിന്നെ പാടി പിള്ളേരെ വിളിച്ചോണ്ട്. നമുക്കൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും. വായടാ, എന്തെങ്കിലും കഴിക്കട്ടെ. ഇങ്ങോട്ട് വാ. കേശു, നീങ്ങ വന്നേ. കേശു, നീ വാ. ദാ. പോന്ന്. ഡേയ്, ഇവിടെ കാക്കടിക്കണം നമുക്ക്. കാക്കടിക്കണം അവിടെ. ഇല്ല, ചിലപ്പോ കാക്ഷിച്ച പൊയ്ക്കോ 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 പൊയ്ക്കോ. കിട്ടിയില്ലേ? നിനക്ക് അത് തന്നെ വേണം കേട്ടാ. ചോറിനെന്താ അച്ഛാ? ഓടാടെ കൊതി വിടല്ലേ കൊതി കൂട്ടങ്ങള്. ഒരു കൊതി കിട്ടല്ലേ. എന്ത് ഇപ്പൊ എന്ത് പറ്റിയെന്ന്? അല്ല അച്ഛൻ എന്താ ഒച്ച ഉണ്ടാക്കിയേ? അത് നല്ല മണ. ഞാൻ സൂപ്പർ മണ, അതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ. അയ്യോ വല്ലാത്തൊരു വിളിയായി പോയി. അയ്യാ, എന്തെങ്കിലും കാരണം നോക്കിയിരിക്കും. ഞോടി വരാ പോയിട്ടാ. അച്ഛാ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിച്ചോളാം. എന്റെ അച്ഛൻ എത്ര ഇരുന്ന് കഴിച്ചാലും ബാക്കി വരും. ബാക്കി വന്ന് ഞാൻ കുറച്ച് ബാസിക്ക് കൊടുക്കും, പിന്നെ കുറച്ച് നവാസിന് കൊടുക്കും കേട്ടാ. പോ 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 പോയിട്ടാ. അച്ഛാ 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 എന്താ അച്ഛൻ ഒരു കാര്യം ഓർത്തോണം. അച്ഛൻ ഇതുവരെ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഈ കേശു ഒറ്റയാൾ മാത്രമാണ്. ആ ഒറ്റൊരു ഓർമ്മ അച്ഛന് വേണം. ആ തന്തയ്ക്ക് തരാ തിന്നവനെ. അച്ഛൻ ഒരു ടേസ്റ്റ് കൊണ്ട് നോക്കത്തുണ്ട്. ഞാനേ ഞാൻ ഇപ്പൊ തിന്നൂല. പിന്നെ ഞാൻ എല്ലാം കൂടെ പൊരിച്ച് വറുത്ത് വലിയൊരു പാത്രത്തിലാക്കി ഡൈനിങ് ടേബിൾ വെച്ച് തിന്നും. ഒരൊറ്റ തരൂല. നോക്കിക്കോ. ഓ കുട്ടമ്പിള്ളേരെ മോളെ, നീ ഒളിച്ച് നേറിയനാടി. കണ്ടടി കണ്ടടി ആൾക്കാടി. അപ്പൊ ഇതാരെടുക്കും? എടുക്ക് എന്താ കൊല അങ്ങനെ വാഴിക്കപ്പം ഡേയ്. കൊള്ളാലേ? നീ കണ്ടി ഉള്ള കൂട്ടങ്ങള്. എടി കള്ള കൂട്ടങ്ങള് വാഴിക്കാൻ കൊണ്ടുപോടാ. കച്ചപ്പട്ടി ഉണ്ടാക്കിയാണ്. എടി പടവെല്ലാം പട്ടി താടി താടി കളിക്കാൻ താടിയോട്ട് കുട്ടപ്പെട്ട പോടാ. കച്ചപ്പട്ട ഉണ്ടാക്കി തിന്നാണ് കഴിവല്ലോ തരലാണ് എനിക്ക്. എന്റെ അമ്മ